എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. വേദയുടെയും വിക്രത്തിന്റെയും കല്യാണം രണ്ടാമതൊന്നും നടത്തണമെന്ന് വേദയുടെ വീട്ടുകാർ വന്ന് പറഞ്ഞപ്പോൾ തൊട്ട് നന്ദിനിക്ക് വല്ലാത്തൊരു ചൊറിച്ചിലാണ്. അതിന്റെ പേരിൽ അങ്ങനെ എല്ലാവരും കൂടി ചർച്ച വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിക്രത്തിന്റെ എൻട്രി. വിക്രത്തിനെ കണ്ടത് നന്ദിനിക്ക് സന്തോഷമായി. വിക്രം ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല. പിന്നീട് വിക്രം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനി എന്നിട്ട് പറഞ്ഞു, വിക്രം നീ ഇവിടെ നടക്കുന്ന വല്ല കാര്യങ്ങളും അറിയുന്നുണ്ടോ എന്ന് ചോദിക്കാം. പെട്ടെന്ന് വിക്രം ചോദിച്ചു, എന്താ നന്ദിനി അടുത്ത്? അല്ല നന്ദിനി അടുത്ത് ഇന്ന് എന്നെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയണം. ഇത് കേട്ട നന്ദിനി ഒന്ന് പെട്ടെന്ന് ചമ്മി. പിന്നീട് നന്ദിനി പറഞ്ഞു, അതെ ഇന്ന് വേദയുടെ വീട്ടിൽ നിന്ന് വേദയുടെ അമ്മയും മുത്തശ്ശിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പറയാം. ആഹാ കൊള്ളാലോ, അതിനിപ്പോൾ എന്താ അവർ വന്നിട്ട് പോട്ടേന്ന് പറയണം. അല്ല എന്താ എല്ലാവരും കൂടെ എന്താ ഭയങ്കര ഒരു ചർച്ചയെന്ന് പറയണം. ഇത് കേട്ടതും നന്ദിനി പറഞ്ഞു, നിന്റെ കാര്യം തന്നെയാന്ന് പറയണം. എൻ്റെ കാര്യമോ? എൻ്റെ കാര്യം ചർച്ച വെക്കാൻ മാത്രം ഇപ്പം എന്താ ഇരിക്കണേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടെന്ന് നന്ദിനി പറഞ്ഞു, അതെ നിന്റെ രണ്ടാം കല്യാണം എന്ന് പറയാം. രണ്ടാം കല്യാണോ? ഒന്ന് കെട്ടിയതിൻ്റെ കേട് തീർന്നിട്ടില്ല, ഇനിയാണോ എൻ്റെ നന്ദിനി അടുത്ത് രണ്ടാം കല്യാണം എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും നന്ദിനി പറഞ്ഞു, അതല്ല നിന്റെ വേദയുടെയും കൂടെ രണ്ടാമത് കല്യാണം എന്ന് പറയാം. രണ്ടാമത് കല്യാണോ? ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കണം. ആ സമയത്ത് കമല പറഞ്ഞു, എടാ മോനെ അതൊന്നുമല്ല, ഇന്ന് വേദയുടെ വീട്ടിൽ നിന്ന് വേദയുടെ അമ്മയും മുത്തശ്ശിയും വന്നിട്ടുണ്ടായിരുന്നു. അവർ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അത് അച്ഛനോടൊന്ന് പറയുകയും ചെയ്തു. അല്ല നീ ഒരു മുഹൂർത്തത്തിൽ ഇവളുടെ കഴുത്തിൽ താലി ആർത്തി, പക്ഷേ അത് ആൾക്കാരെ വിളിച്ചു കൂട്ടിയോ അല്ലെങ്കിൽ നാലാൾ അറിഞ്ഞോ സദ്യ കൊടുത്തൊന്നും ആയിരുന്നില്ലോ. പെട്ടെന്ന് ഒരു നിമിഷം അങ്ങ് ചെയ്ത കാര്യമാണ് അത്. പക്ഷേ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി നടത്തുമെന്ന് അവളുടെ വീട്ടുകാർക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് അംഗീകരിക്കണമല്ലോ കല്യാണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ നീ ഇവളുടെ കഴുത്തിൽ താലി ആർത്തണം. അതിന് ഞങ്ങൾ ഒരു മുഹൂർത്തം കുറിപ്പിച്ചിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും വിക്രം ചോദിച്ചു, ആരോട് ചോദിച്ചിട്ട് ഇങ്ങനെ തീരുമാനം എടുത്തെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് നന്ദിനിക്ക് സന്തോഷമായി. നന്ദിനിയുടെ മുഖത്ത് 1000 സൂര്യൻ ഒരുമിച്ച് ഉദിച്ച പോലൊരു പ്രതീതിയായിരുന്നു. പെട്ടെന്ന് തന്നെ കമല പറഞ്ഞു, അതിനിപ്പോൾ ആരോടെങ്കിലും ചോദിക്കണോടാ? അത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? നീ ഒന്ന് താലി ചാർത്തില്ല ഇവളുടെ കഴുത്തിൽ, ഇനിയിപ്പോൾ ഒന്നുകൂടെ കെട്ടുന്നോണ്ട് എന്താ കുഴപ്പമിരിക്കുന്നത്? അതും പോരാഞ്ഞിട്ട് കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് ദേ താലി കെട്ടി നിങ്ങൾ ആദ്യ രാത്രി കഴിയുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇവളുടെ കഴുത്തിൽ താലി ചാർത്തി എന്തോ കുഴപ്പമെന്ന് ചോദിക്കും. ഇവളുടെ കഴുത്തിൽ 4 ആൾ അറിഞ്ഞ് ഞാൻ താലി ചാർത്തി ഇവളെ ഭാര്യയായിട്ട് അംഗീകരിക്കാനോ? അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല അമ്മയെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, ഓഹോ അപ്പം എൻ്റെ കഴുത്തിൽ ഇതിനു മുമ്പ് താലി ചാർത്തുന്ന നിങ്ങൾക്ക് കുഴപ്പമില്ല, ഇപ്പം 4 ആൾ അറിഞ്ഞ് കെട്ടാനായിട്ട് കുഴപ്പമില്ലേന്ന് ചോദിക്കണം. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം. കമല പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല, നീ സമ്മതിച്ചേ മതിയാവുള്ളൂ. നീയായിട്ടെടുത്തൊരു തീരുമാനമല്ലേ. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടാണോ നീ ഇവളുടെ കഴുത്തിൽ താലി ചാർത്തിയത്? അല്ലല്ലോ, നീ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്ത കാര്യമല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടതും വിക്രത്തിന് ദേഷ്യം വന്നു. വിക്രം പറഞ്ഞു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, സമ്മതിക്കോ ഇല്ലയോ നമുക്ക് കണ്ടറിയാന്ന് പറയണം. വിക്രത്തിന് ദേഷ്യം വന്നിട്ട് വിക്രം അവിടെ നിന്ന് പാത്രം എടുത്ത് ഒറ്റ ഏറെറിയുകയാണ്. എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. പെട്ടെന്ന് അങ്ങോട്ടേക്ക് അപ്പമോൾ ഓടി വരുവാണ്. എന്താന്ന് ചോദിച്ചോണ്ട് വിക്രത്തിന് ആകെപ്പാടെ സമുദ്ര ഏറ്റുപോലെ നിൽക്കുകയാണ്. വിക്രത്തിന് എന്ത് ചെയ്യണം നിർത്തില്ല, കൈ കണ്ട് എല്ലാം കൂടെ എടുത്ത് എറിയുവാണ്. ഈ സമയത്ത് വേദ എന്നിട്ട് പറഞ്ഞു, വിക്രം അടുക്കള കിടന്ന് പാത്രങ്ങൾ എടുത്ത് എറിഞ്ഞുകൊണ്ടൊന്നും ആയില്ല, ഇങ്ങോട്ട് വാന്നും പറഞ്ഞിട്ട് കയ്യെ പിടിച്ച് വലിച്ചോണ്ടും കൂടെ പോവാണ്. ദേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം, അല്ലാതെ അടുക്കള വല്ല പാത്രത്തിലോടോ അല്ലെങ്കിൽ അമ്മയോടോ ആരോടും ദേഷ്യപ്പെട്ട് കാര്യമില്ല എന്ന് പറയണം. പിന്നീട് അങ്ങോട്ട് മുറിയിലേക്ക് കൊണ്ടുപോവാ. ഈ സമയം നന്ദിനി പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെയാ വിക്രത്തിന്റെ അവസ്ഥ. അവൻ സമ്മതിക്കുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഒരിക്കലും സമ്മതിക്കത്തില്ല. വെറുതെ ഓരോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നല്ലാതെ. മുമ്പ് അച്ഛമ്മയുടെ അവിടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഉണ്ടായിരുന്നു. അച്ഛമ്മയെ പേടിച്ചിട്ടായിരുന്നു. പക്ഷെ ഇവിടെ വെച്ച് അവൻ താലി കെട്ടില്ല, ഇതെനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാ. ഓ അപ്പം എല്ലാവരും എന്തൊക്കെയാ പറഞ്ഞേ എന്നൊക്കെ പറയാണ്. പിന്നീട് വിക്രം മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദേഷ്യം കൊണ്ട് വിക്രത്തിന് സഹിക്കാൻ പറ്റില്ല. വിക്രം അവിടെ ഇരുന്നിടത്ത് എറിയുന്ന സമയത്ത് വേദ എന്നാൽ കയ്യിലേക്ക് പിടിച്ചു. അതെ ഇങ്ങനെ ദേഷ്യപ്പെട്ടൊന്നും കാര്യമില്ല, നിങ്ങളെ ഓരോന്ന് ചെയ്തു വെക്കുമ്പോൾ ഓർക്കണമായിരുന്നു. നിങ്ങൾ ചെയ്തു കൂട്ടി പ്രവൃത്തിയല്ലേ. ഞാൻ പറഞ്ഞു നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് എൻ്റെ കഴുത്തിൽ താലി ആർത്താനിട്ട് ഇല്ലല്ലോ. നിങ്ങളൊരു ആവേശത്തിൻ്റെ പുറത്ത് എൻ്റെ കഴുത്തിൽ താലി ആർത്തിയതാ. അതോട് കൂടിയിട്ട് അറിയാലോ പിന്നെ എന്താ സംഭവിച്ചതെന്ന്. എൻ്റെ ജീവിതം ഇല്ലാതാക്കാനായിട്ട് മുന്നോട്ടിറങ്ങിയ ആൾ നിങ്ങളാ. അപ്പോൾ ഇതിനുള്ള ഉത്തരം തരേണ്ടത് നിങ്ങളാണ്. അല്ല ഇനിയിപ്പം നിങ്ങൾ താലി ആർത്തായിരുന്നിട്ടോ ഓടിപ്പോയിട്ടോ പാത്രം എറിഞ്ഞു പൊടിച്ചിട്ടോ ഒന്നും കാര്യമില്ല എന്ന് പറയാണ്. പിന്നീടാണെങ്കിൽ വിക്രത്തിന് ആ പട കട്ടക്കലിപ്പ. വിക്രമിനെ ഇരിക്കുന്ന സമയത്ത് വേദ എന്നിട്ട് പറഞ്ഞു, അതെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി താലി കിട്ടി നടക്കും, നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി ആർത്തു എന്ന് പറയണം. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, പിന്നെ അതിനെ വിക്രം സുധാകരൻ ഒന്നുകൂടെ ജനിക്കണമെന്ന് പറയാം. നിങ്ങൾ 2ാമത് ജനിച്ചാലും കൊള്ളാം 3ാമത് ജനിച്ചാലും കൊള്ളാം, നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി ആർത്തും കാണണമെന്ന് ചോദിക്കണം. പിന്നെ അങ്ങനെ നിന്റെ കഴുത്തിൽ ഞാൻ താലി ആർത്തണമെങ്കിലേ ഞാൻ പറഞ്ഞല്ലോ
എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും വേദം പറഞ്ഞു കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, എന്താണെങ്കിലും തീരുമാനം എടുത്തു കഴിഞ്ഞു, നിങ്ങൾക്ക് ഇനി ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ പറ്റില്ലെന്ന് പറയണം. നിന്റെ കഴുത്തി ഞാൻ താലി അർത്തിട്ടുണ്ടെങ്കിൽ കാക്ക മലർന്ന് പറക്കുമെന്ന് പറയണം. കാക്ക മലർന്ന് പറക്കുവോ പറക്കാതിരിക്കുവോ അത് കാക്കയുടെ ഇഷ്ടം, പക്ഷെ അതൊന്നും ഇവിടെ ശരിയാകത്തില്ല. കാരണം ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു, നിങ്ങളുടെ എൻ്റെ കഴുത്തിൽ താലി ആർത്തിയേ മതിയാവുള്ളൂ എന്ന് പറയണം. ഈ വേദയുടെ പേരല്ലെങ്കിൽ നിങ്ങൾ മാറ്റിയിട്ടോളാൻ പറയണം. അതൊക്കെ കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് ആകെപ്പെടെ കട്ടക്കലിപ്പായി. പിന്നീട് വേദ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പം തന്നെ അച്ഛമ്മയെ വിളിച്ചു തരാമെന്ന് പറയണം. ഇത് കേട്ടതും വിക്രത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇപ്പം തന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും വിക്രം പറഞ്ഞു, നീ എന്തിനാ ഇപ്പോൾ വിളിക്കണമെന്ന് ചോദിക്കാം. അല്ല, അച്ഛമ്മയുടെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം, നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിൽ വെച്ച് ബലമായിട്ട് എൻ്റെ കഴുത്തിൽ താലി ആർത്തിയതും എല്ലാം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. ഇതുവരെയായിട്ട് അച്ഛമ്മയ്ക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലോ എന്ന് പറയാം. അതേപോലും അച്ഛമ്മയ്ക്ക് എല്ലാം അറിയാമെന്നുള്ള കാര്യം വേദയ്ക്കറിയാം, വിക്രത്തിന് അറിയത്തില്ലോ അതിനെക്കുറിച്ചൊന്നും. ഈ സമയം വിക്രം പറഞ്ഞു, വേണ്ടാന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി, അറിയാലോ. കൂടുതൽ ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട, എല്ലാവരും ചേർന്നെടുത്ത തീരുമാനം തന്നെയാ. അല്ലെങ്കിലും ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എനിക്ക് വേറൊരു ജീവിതം ഉണ്ടാവുമോ? 4 ആളുടെ മുന്നിൽ ഞാനിപ്പോഴും നിങ്ങളുടെ ഭാര്യ, നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി ആർത്തിയ ആ സമയം മുതൽ ഇനി നിങ്ങൾ കൊഴിഞ്ഞു മാറാനായിട്ട് സാധിക്കില്ല എന്ന് പറയണം. അത് മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം താർന്നുകൊണ്ടിരിക്കുക, രാധയുടെ. നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി ആർത്തുവാണെങ്കിൽ അവളുടെ ജീവിതം എങ്കിലും രക്ഷപ്പെട്ടു പോട്ടെ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, പക്ഷേ അവളുടെ ജീവിതം എങ്കിലും രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റില്ലെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം ഒന്ന് ആലോചിച്ചു, ഇവള് പറയുന്നതിലും കാര്യമുണ്ട്. ഒരു പക്ഷേ 4 ആൾ അറിഞ്ഞ് താൻ ഇവളുടെ കഴുത്തിൽ താലി ആർത്തുവാണെങ്കിൽ രാധയുടെ മനസ്സിൽ ഒരു മാറ്റമൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് നല്ല കാര്യം തന്നെയാണെന്ന് വിക്രം ചിന്തിക്കുകയാണ്. പിന്നീട് വിക്രം പറഞ്ഞ് എന്താണെന്ന് വെച്ച് ചെയ്യോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. ആ സമയം വേദ പറഞ്ഞ് അങ്ങനെ വഴിക്കുക എന്നൊക്കെ വേദ പറയാണ്. പിന്നീട് മുത്തശ്ശിയും പത്മയും കൂടെ ശങ്കരൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ചെന്നിട്ട് പറഞ്ഞതേ അവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, 21-ാം തീയതി നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്നാണ് പറഞ്ഞേ, അന്നത്തെ ദിവസം കല്യാണം നടത്താൻ അവർക്ക് സമ്മതം എന്ന് പറയണം. ശങ്കരനാരായണൻ പറഞ്ഞു, അങ്ങനെയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, ശ്രീകാന്തിനോട് പറഞ്ഞു എന്ന് ചോദിക്കും. ഇല്ല ശങ്കരേട്ട പറഞ്ഞില്ല, ഒരു കാര്യം ചെയ്യാം, ഏട്ടൻ തന്നെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരനാരായണൻ പറഞ്ഞു, അവന് ചിലപ്പോൾ സമ്മതമായിരിക്കില്ല, അവൻ്റെ സ്വഭാവം അറിയാലോ. പിന്നീട് ശ്രീകാന്തിനെ അങ്ങോട്ട് വിളിച്ച് ഈ കാര്യങ്ങൾ പറയുമ്പോഴത്തേനും ശ്രീകാന്തിന് ഇഷ്ടപ്പെട്ടില്ല. അല്ല, നിങ്ങളെല്ലാവരും കൂടി ഇത് എന്തു ഭാവിച്ചാ? അവസാനം അവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ അങ്ങ് തീരുമാനിച്ചോ? എന്തൊക്കെയായിരുന്നു ഇവിടെ, വടിവാളും ഇതെടുത്തോണ്ട് ഓടി ഇറങ്ങിയതല്ലേ, കൊല്ലാനും വെട്ടാനും ഒക്കെ ആയിട്ട്. എന്നിട്ട് ഇപ്പം എല്ലാവരുടെ സ്വഭാവം അങ്ങോട്ട് മാറിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, നീ എന്തറിഞ്ഞിട്ടാ ശ്രീകാന്ത് ഈ പറയണേ? എനിക്ക് ആദ്യം മുതൽ അവരുടെ ബന്ധം ഇഷ്ടമായിരുന്നു, അവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കേണ്ടതാ. ഇനി അവരെ എതിർത്തിട്ടൊന്നും ഒരു കാര്യമില്ല, അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ, അതിന് നീ എതിർക്കണം എന്തിനാന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, അല്ല വിക്രമല്ല, ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് പറഞ്ഞു, അതെ ഞാൻ എതിർക്കുന്നൊന്നുമില്ല, ഞാനായിട്ട് ഇനി ഒരു പ്രശ്നത്തിനും വരുന്നില്ല, എന്താന്ന് വെച്ചാൽ ആയിക്കോ, പക്ഷെ എന്നെ ഒന്നും പ്രതീക്ഷിക്കരുത്, ഞാൻ എന്താണെങ്കിലും വരത്തില്ല എന്ന് പറയണം, ചടങ്ങിലൊന്നും കൂടത്തില്ലെന്ന് പറയണം. അത് കേട്ടപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം. കാര്യമില്ല ഉണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ എന്താണെങ്കിലും ഇനി പങ്കെടുക്കില്ല, എനിക്ക് എന്താണെങ്കിലും പെട്ടെന്ന് അവരുമായിട്ട് ഒത്തുപോകാനായിട്ട് സാധിക്കില്ല, അച്ഛനറിയാലോ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അങ്ങോട്ട് പോവുകയാണ്. ഈ സമയത്ത് പത്മയ്ക്ക് ആ പട വിഷമമായിപ്പോയി. പത്മ പറഞ്ഞു, ശങ്കരേട്ട അവൻ്റെ സ്വഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ലോ എന്ന് പറയണം, നോക്കാം നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന്, എന്തായാലും ദിവസങ്ങൾ ഇനിയും ഉണ്ടല്ലോ, കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞ്, അധിക ദിവസങ്ങളൊന്നുമില്ല, കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ, ആ ദിവസത്തിനുള്ള കാര്യങ്ങളൊക്കെ നടത്തണം, ആൾക്കാരെ വിളിക്കണം, പിന്നെ വേദയ്ക്ക് ആവശ്യം സ്വർണ്ണം കാര്യങ്ങളൊക്കെ കൊടുക്കണം, ഇതുവരെയായിട്ട് നമ്മളൊന്നും കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പത്മ പറഞ്ഞു, ആ കാര്യം ഓർത്ത് പേടിക്കണ്ട, സ്വർണ്ണം കാര്യങ്ങളൊക്കെ അവളുടെ നേരത്തെ വാങ്ങിച്ചിരിപ്പുണ്ടല്ലോ, അത് മതി, ആ കാര്യത്തിൽ പിന്നെ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട, ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം, പിന്നെ അവരെ വിളിക്കണം, അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടേന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞു, എന്താന്ന് വെച്ചാൽ അയക്കോ, എന്ത് വേണം ചെയ്തോ, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ശങ്കരനാരായണൻ അങ്ങോട്ട് പറയണം. ഈ സമയത്ത് വിക്രം കൂടെ കല്യാണത്തിന് സമ്മതിച്ചെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും നന്ദിനിക്ക് സഹിച്ചില്ല. നന്ദിനി രാധയെ വിളിക്കുകയാണ്. രാധയെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയണം, നീ എന്തേലും ചെയ്തേ മതിയാവുള്ളൂ, ഇല്ലെങ്കിൽ അവർ തമ്മിലുള്ള കല്യാണം നടക്കുമെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാധയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവന് ഒന്നും കൂടെ 4 ആൾ അറിഞ്ഞ് താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ തനിക്ക് ഒരിക്കലും ആ പടി പോലും കടന്നെല്ലാം പറ്റില്ലെന്നുള്ള ചിന്ത രാധയുടെ മനസ്സിലേക്ക് വരുവാണ്. അങ്ങനെ മാക്സിമം രാധയുടെ മനസ്സിനെ എരിവരി കയറ്റി കൊടുക്കുകയാണ് നന്ദിനി. ഇനിയിപ്പം നന്ദിനി എന്തൊക്കെ എരിവരി കയറ്റിയെന്ന് പറഞ്ഞാലും വിക്രം വേദയും വീണ്ടും താലി കെട്ടും, അവർ രണ്ടും ഒന്നാവും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്. നന്ദി.